അപ്പൊ നമ്മൾ ഇന്ന് സ്പെഷ്യൽ പഠിക്കാൻ പോകുന്നത് ചപ്പാത്തിയും സോയ സോസ് ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ വീഡിയോയിൽ ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. മൈക്ക് കുറച്ച് കൂടുതലായി പോയതുകൊണ്ട് അതെ ഫുള്ള് കലവില അതുകൊണ്ട് ആ വീഡിയോ ഫുള്ള് പോകേണ്ടി വന്നു. മേ ബി അത് അപ്ലോഡ് ചെയ്യും ഞങ്ങള്. പക്ഷെ ഇന്നത്തെ വീഡിയോ അത് ഞങ്ങൾ കലക്കും. ഇന്നത്തെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഇന്നത്തെ ഞങ്ങൾ ഫുഡിലും ഞങ്ങൾ കലക്കും, വീഡിയോയിൽ ഞങ്ങൾ കലക്കും. എടാ ചൂടാക്കണ വെള്ളോ സംശയം വേണ്ട. മറ്റവൻ കുളിക്കുന്നുണ്ട്. മനു വന്നിട്ടില്ല. മനു വരണമെങ്കിൽ മനു വന്ന ക്യാമറ ഹാൻഡിലിങ് മനുടെ കൈ കൊടുക്കുന്നു. ഇതിനൊരു പ്രത്യേകത സോൾട്ട് കുറവാണ്. അങ്ങനെ ഷെഫ് തന്നെ ഇത്ര വെള്ളമൊക്കെ വേണം. നമുക്ക് വീഡിയോ കണ്ടോണ്ട് ചെയ്യുന്നതല്ലേ കുറച്ച് ബെറ്റർ. ചപ്പാത്തി വിത്തോട്ട് ചപ്പാത്തി മാവാ. അത് കണ്ടിട്ടില്ലല്ലോ. നമ്മൾ ഡെയിലി ഓരോ പുതിയ പുതിയ സാധനങ്ങളാണ് കണ്ടുപിടിച്ച് കൊടുക്കുന്നത്. മീൻസ് ചപ്പാത്തി മാവില്ല ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കാം, ആട്ടയിലാട്ട് പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാം, ചിക്കൻ കറി വിത്തോട്ട് ചിക്കൻ. ഇതൊക്കെയാണ് ഞങ്ങൾ ഓരോ ദിവസത്തെ പരീക്ഷണങ്ങൾ. ഇത് അതായത് ഈ നോക്കിട്ട് ഇല്ല ആ മണ്ടർ നാർക്കത്തിൽ പോയിക്കെന്താ ചെയ്യും. അത് ക്രീമാക്കി വെള്ളം കൂടി താങ്കൾക്ക് ഇതിനെ പറ്റി വല്ല ബോധവും വിവരവും ഇങ്ങനെ ഓരോന്ന് പഠിക്കോ? ഇതാണ് അതിന്റെ കൺസിസ്റ്റന്റ് ആണ്. ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണം. ഇതെന്താന്ന് ഒരു പിടുത്തമില്ല. നേരത്തെ പറഞ്ഞ ഡയലോഗ് ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. ഞാൻ നാളെ തൊട്ട് നല്ല വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. അങ്ങനെ ആദ്യം നോക്ക്. കുളി കഴിഞ്ഞോ? എടുത്തിട്ട് മുക്കാൽ ടീസ്പൂൺ ഞാൻ കുറച്ചിട്ടുള്ളൂ. അവിടെ ക്യാമറമാൻ എന്താടാ അങ്ങനെ പറയാം. അതാ ഇന്ന് നമുക്ക് പ്രോട്ടീനും കാർബും അല്ലേ അല്ലേ? അപ്പം നമ്മൾ ഡെയിലി ഹെൽത്തിലുള്ള സാധനങ്ങളാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രോട്ടീനും കാർബും. അടുത്ത സാധനം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നെ എപ്പോ കാണുമ്പോ എന്റെ ക്യാമറ രീതി അങ്ങോട്ട് ഞാനിങ്ങോട്ട് ഒരു മാറ്റമില്ല. അസ്സലാമലൈക്കും. വലൈക്കും സ്ലാം. ഇത് വെള്ളം കൂടി കുറച്ച് പൗഡർ ഇട്ടാ സോറി കുറച്ച് വെളിച്ചെണ്ണ വേണം. ഹലോ, ഉമ്മാന്റെ അടുത്ത് കൊടുക്ക്. നമ്മളോട് ചോദിക്കടാ. ചപ്പാത്തി ഉണ്ടാക്കുന്ന അറിയാവാ? എങ്ങനെ ഉണ്ടാക്കുക? ആട്ടുണ്ട്. അളവ് പറയാൻ പാടാ. ഏട്ടാ അത് എങ്ങനെയാന്നറിയോ? ഇത് ആദ്യം ചൂടുവെള്ളം വെക്കുക. ചൂടുള്ള പൊഴിച്ച് അതല്ല തണുപ്പിക്കുക. എന്നിട്ട് അതിലേക്കാണ് പൊടി വേണ്ടത്. എന്നിട്ട് അതിലേക്ക് പൊടി ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ആക്കുക. അങ്ങനെ ചെയ്യണ്ടേ? അങ്ങനെ ചെയ്യണ്ടേ? പത്തിരി ഉണ്ടാക്കൂലേ? അവിടെ ചപ്പാത്തി ഉണ്ടാക്കാറുണ്ടോ? അതിലെ പത്തി സംഭവം പറഞ്ഞാൽ എങ്ങനെയാ പറയുക? ആദ്യം വെള്ളത്തിൽ ഇത് റെഡിയാവുന്നുണ്ടോ? ആദ്യം വെള്ളത്തിൽ മിക്സ് ആക്കണ്ട. ആദ്യം പൊടിക്ക് ചൂട് വെള്ളത്തിലാണ് ഇത് പറിച്ചെന്ത് ചെയ്യാ സാധനം വെക്കാൻ. ഷെഫ് എവിടെയായിരുന്നു? ചൂടുവെള്ളത്തിൽ പൊഴിഞ്ഞു.
എല്ലാ ഡയലോഗുകളും വന്നു തുടങ്ങി. നമ്മളെ ചപ്പാത്തി ഇന്ന് ഫ്ലോപ്പായി. വേറെ ഒരു സാധനം വരുന്നുണ്ട്. എന്താ ചപ്പാത്തി വേറെ ചപ്പാത്തി റീമേക്ക് ഒരു എന്തിട്ടാ കഴുകിയത് എന്ത് ഇപ്പൊ സോയാബീനാ. ഇവിടുന്ന് വെള്ളം എടുത്താണ് ഞാനേ ഏകദേശം ഇവിടെ വെച്ചെന്ന് പറഞ്ഞാണ്. അങ്ങനെ ഒന്നും ആവൂല. നാളെ നമ്മൾ എവിടെയും പോകില്ല, ബാത്റൂമിൽ തന്നെ ഉണ്ടാവും. ഇതെന്താ ആട്ടപ്പത്തിൽ, ആട്ട ആട്ടനെ കൊണ്ടുണ്ടാക്കുന്ന പത്തിൽ. അതാണ് നമ്മള് ഇപ്പൊ ഉണ്ടാക്കുന്നത്. ഞാൻ വേറെ പരീക്ഷ ഇത് പായസം കണക്കുണ്ടടാ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അല്ലേ? കുറച്ച് ഉള്ളി കഴിഞ്ഞിരുന്നാലും നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. നമ്മളെ കയ്യിൽ നിന്ന് ഒന്നും പോയിട്ടില്ല എന്നാണ് ഇവര് പറയുന്നത്. ഇല്ലടാ ഷെഫേ, എന്തേ പോയോ? ദോശ കഴിക്കുക. നമ്മളെ ദോശ, തട്ടുദോശ. ചപ്പാത്തി ഉണ്ടാക്കാൻ പോയ ആളിപ്പോ പത്തിരി ഉണ്ടായിക്കൊണ്ടിരുന്നു. മറ്റേ സാധനത്തിൽ ഉണ്ടാക്കണ പത്തിരി അപ്പൊ നമുക്കൊരു പണി ചെയ്യാം. അത് പെറുക്കിയെടുക്കാം. ഈ പാത്രത്തിൽ ഇതിലുണ്ടാക്കാം. അതിൽ കുറച്ച് എണ്ണ വെച്ചാൽ ഹലോ ഇവിടെ ഞാൻ പറഞ്ഞു മൂക്കിലൊക്കെ വെച്ചിട്ട് ക്യാമറ ഇങ്ങനെ വേറെ നിലയില്ല. എടാ ഫയാസെ പാത്രം മാറ്റി. അത് മാറ്റുക. അത് നേരെ തുടങ്ങിയപ്പോ എന്തേന്ന് ഡയലോഗ്. എന്തായി ഫയാസാന്റെ തീരുമാനങ്ങളെ? പുതിയ ഡിഷ് ഇതെന്താണ് ആ സാധനം? കണ്ടറിയ അതല്ല, അത് ഫ്രിഡ്ജിനെ ചൂടാണ്. പിഴിഞ്ഞെടുത്തിട്ട് നമ്മള് മാറ്റി വെക്കുകയാണ്. എന്തായാലും ആ ഡിഷ് പാടും നോക്കാം. ഇതിലാണ് ഇതില്ല പാടൂല. അവനെന്താ നടക്കുമോ? ഞാൻ പോകല്ലേ, അപ്പൊ എന്തായാലും നടക്കും. അതായത് ഞാൻ വെള്ളത്തിൽ എണ്ണ വയ്ക്കല്ലോ. ഇന്നലെ പറഞ്ഞതാണ്. ഒരു കടുക് കഴുകിയില്ല ചേർക്ക്. മാസ്റ്റർ ഓഫ് അരിയോ. ഇനി എം പി കാണിച്ചേ. അതിനൊരു പരത്ത് വെളിച്ചെടുത്ത് ആക്കി അങ്ങനെ ആവില്ല. അങ്ങനെ ആക്കണം. അഖിലേ, ആ പറ. ഇതിന് ബാക്കി വരുന്ന വെള്ളം കുടിച്ചിട്ട് നമുക്ക് മറ്റേ സൂപ്പ് ഉണ്ടാക്കാം. പോടുന്നു ഇല്ലല്ലേ, അതിന്റെ കളറൊക്കെ മാറി നല്ലപ്പോ എനിക്ക് വേറെ എന്തൊക്കെയോ ഓർമ്മ വന്നു. ക്യാമറ കുറച്ച് അങ്ങോട്ട് വെച്ചു. മധുര കുറച്ചിച്ചാ മതി, കുറച്ചിച്ചാ മതി. അതില് എന്താ പാട് നോക്ക്. എന്തായാലും പാടും. പാടുന്നുണ്ട് ഒറ്റ കഴിച്ചാൽ മതി, അഞ്ചെണ്ണം കഴിച്ച പോറാണ്. അങ്ങനെ വേണ്ടേ? മറിച്ചു കഥാ പ്രശ്നമില്ല. മറിച്ചത് എന്താ പണി? ഒരു ഭാഗം റെഡിയായ പോരെ? ഷെഫാണ്. യെസ്. സോയാബീൻ പണി കേട്ടോ. കഴിഞ്ഞാ എന്നാ ഇത് കഴിഞ്ഞോട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി മസാല കൂട്ടുകളൊക്കെ ഓക്കെ. ഇങ്ങനെ ഓ ഈ രീതിയിൽ അല്ല ഇത് മൈക്ക് വെച്ച സാധനങ്ങള്. അപ്പൊ നമുക്ക് എത്ര ഓർക്ക പറഞ്ഞാലും അവിടെ കേട്ടാൽ കിട്ടി. ആ മൈക്ക് ഓൺ തന്നെയില്ലേ? പച്ചപ്പുണ്ട്. ഹലോ ചെക്ക് ചെക്ക്. ഹലോ ഹലോ. നമുക്ക് മസാല ഉണ്ടാക്കാനല്ലേ അല്ലേ? ചെറുപ്പം നോക്കി
എന്തൊക്കെയാവുന്നു അത് മറിച്ചിടാൻ പറ്റുന്നില്ല. ഇവൻ കുറെ നേരം കഷ്ടപ്പെടുന്നു. പക്ഷെ ഇറങ്ങി പോകുന്നല്ലേ എല്ലാം ശരി. വിശ്വാസം അതല്ലേ ഇല്ല. ഓ പിന്നെ കുറച്ചുകൂടി കട്ടി കുറച്ചിട്ടാക്കണം. എടാ 10 രൂപ ഇവിടുന്നെങ്കിലും പുറത്തൊന്നും കരിയണം. നീ അടുപ്പാണ് കഴിഞ്ഞാടെ തക്കാളി തക്കാളി അത് ഒട്ടി പിടിക്കും മോനെ. 10 അനുസരിച്ച് നമ്മള് കുറച്ച് മുന്നേ എണ്ണ സംശയം. ഇത് ചൂടാവുന്ന അസാനല്ലേ ഉള്ളി വേണം നമുക്ക് കരിയണ്ടേ? ആ ഉള്ളിയാണ്ട് തക്കാളി തക്കാളി വയനാട് വരുമ്പോ വലിയ പയം കൊണ്ടുവരാൻ പോരട്ടെ. ഇപ്പൊ വിളിച്ചേക്ക് ഞാനും പാടും. എത്ര ഉള്ളി വേണോടാ? എത്ര ഉള്ളി വേണം? അത് രണ്ടുള്ളി 3 തോനാളില്ലേ 3 വിലപ്പെട്ട സാധനങ്ങൾ തങ്കത്തിന് ചേർത്ത വില. ഇന്നത്തെ എല്ലാ കോട്ടയം കഴിഞ്ഞു. വെളിച്ചെണ്ണ അതിന് മൂടിയിട്ടതാ. വില കഴിയോ? ഇനിയിപ്പോ വില വെച്ചിട്ട് വില നാളെ ഒഴിവാക്കിയിട്ട് പത്തിരി സെറ്റ്. പക്ഷെ എല്ലാവർക്കും സാധനം ക്വാണ്ടിറ്റി ഇല്ല. അത് കുഴപ്പമില്ല. നമുക്ക് ഷെയർ അടിക്കല്ലേ? അടുത്ത ഒന്നുകൂടി കാണാൻ കുറച്ച് ഷെയർ അടിക്കാൻ ഉള്ളി ഓക്കെ. ഉള്ളി കഴിയണം. ഉള്ളി കഴിയൂലേ? ഉള്ളി അങ്ങനെ കഴിയല്ലേ? അത് തൊലി പൊളിച്ചിട്ട് പൊളിച്ചത് അങ്ങനല്ലേ ഓരോ നോളജ്. വേറെ കാര്യം കിട്ടും. ഇതെന്ന് വെച്ചാ പൊള്ളച്ച് കിടന്നു തൈരായി നമ്മൾ ചോറ് കൂട്ടടാ. ആ കത്തി ഉണ്ടായും. ഇന്ന് ബിസിനസ് വന്നില്ല. ഇത് കാറ്ററിംഗ് ആണ്. മറ്റേ ഫോറിനർ. ഫോറിനേഴ്സിന് ഉള്ളതാ പേര്. പക്ഷെ മറ്റേ സൈക്കോളജിക്കൽ എല്ലാ കളികളും നമ്മൾ കളിക്കും. പക്ഷെ അത് വേവൂലടാ. ജസ്റ്റ് അടിയിട്ട് വെച്ചിട്ട് ഇവിടെ ഒന്നും ജനിക്കേണ്ടവരേ അല്ലടാ. ഓ അത് ഈ കാര്യത്തിൽ നിങ്ങൾ സമ്മതിച്ചത് കേട്ടോ. തരികണ പരിപാടിയില്ല. ശാരദ വിമല ഹരിയ ബാക്കിയുള്ള ബുദ്ധി ഇല്ലെങ്കിൽ ഈ കണ്ടിന് രക്ഷപ്പെട്ടു. ഉള്ളി കേൾക്കാൻ പോയി കഴിവില്ല. കത്തി നോക്കി എടുക്കരുത്. സഞ്ചിയല്ലേ കത്തിയോടെ കത്തി ഇവിടെ കത്തി ഇവിടുത്തെ കത്തി ഉള്ളത് ഇല്ലാത്തെല്ലാം ആൾക്കാർ പോകാൻ പറ്റുന്നുണ്ടോ? പിന്നെ കത്തി കാണില്ല. അവിടെ എവിടെയോ ഉണ്ട്. കുറച്ചുകൊണ്ട് പിന്നെ പ്രൊഫഷണൽ ആയിക്കോളൂ അല്ലേ? അങ്ങനെ പഠിക്കാം. ട്രൈപോഡ് ട്രൈപോഡ് വാങ്ങണമെങ്കിൽ പൈസ വേണ്ടേ? ഇവിടെ തിന്നാൻ പോലെ എങ്ങനെ ഒപ്പിക്കുക? ഇത് അരിയാൻ കത്തി കത്തിക്കോ? കത്തി എടുത്തിക്കോ? നീ പോകാ? അവിടെ തന്നെ ഉണ്ടോ? ഞാൻ മറ്റേ ഇവിടെ തന്നെ വെച്ചല്ലോ. അതിന്റെ എവിടെയെങ്കിലും ഉണ്ടോ?
കിട്ടി അല്ല അത് അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും. കൈ പറഞ്ഞു പിന്നെ അത് തുരുമ്പുണ്ട് വേണം കണ്ടിട്ട് മതി ഇങ്ങനെ വെളിച്ചം വെച്ച് വെച്ച് ശരിക്കും മറ്റേ നമ്മളൊക്കെ പുക പോലെ വന്നതാണ് ശരിക്ക് തോന്നുന്നില്ല. നല്ല പ്രയാസ അത് കഴിയണതാ അവിടെ കഴിഞ്ഞതാ ഇങ്ങനെ മാറും അടിയിലും കൂടി ഉള്ളു പോകണ്ട. മാസ്റ്റർ ഷെഫ്. ഷെഫിന്റെ പേര് പറയൂ. വലിയൊരു ഷെഫ് അങ്ങനെ എടാ ഉള്ളിന്റെ എത്ര ഭാഗം കളഞ്ഞ് അത് കഴിഞ്ഞ അല്ല ഇത് കൂട്ടി കഴിക്കുന്നത് പറയുന്നത് ഇപ്പൊ ഡ്രൈ ചെയ്യാം. അതെ നമുക്ക് സോസ് ഇല്ലെങ്കിൽ ഒരുമാതിരി വേണ്ടോ പേരൊക്കെ പറയുകയും ചെയ്തിട്ട് നാളെ ചിക്കൻ വാങ്ങിയാലോ അല്ലെങ്കിൽ കോഴിക്കോട് എടുത്തല്ലോ. അടിപൊളിയാണ് ലിവറൊക്കെ സൂപ്പറാണ്. അറിയാവോ നേരത്തെ ചപ്പാത്തിയിലൊക്കെ അറിയാവുന്നവർക്ക് ഇപ്പൊ പത്തിരി ഉണ്ടാക്കുന്നു. നാളെ ചിക്കൻ കറി വേറെന്തെങ്കിലൊക്കെ ആയി മാറും. പൈസ ഉപ്പുണ്ടോ വാങ്ങണോ? പത്തിരി പിന്നെ ഉപ്പ് വേണം. ചപ്പാത്തിന്റെ റെഡിയാക്ക്. പിന്മാറിയാ അങ്ങനെ ഫ്ലോപ്പ് പറയും ഇവിടെ ബന്ധിക്കില്ലാന്നല്ലോ പറയാൻ. ഒന്ന് പൊളിച്ചു നോക്കേ ഒന്ന് പൊളിച്ചടാ. സൈഡല്ല നടു നാട് നോക്കാം നാട് വന്നോ പിന്നെ കഴിഞ്ഞ ശരി പറഞ്ഞു റെഡിയാ കൂട്ടി തിന്നാണെന്നല്ലോ ഉപ്പില്ലടാ ഒപ്പില്ലാതെ ഓരത്തിന് ഉപ്പാണ്. എന്ന് വെച്ച് കറിയിൽ ഉപ്പ് വാരിടാൻ പറ്റുമോ? പപ്പയില്ലേ ഞാൻ ചാടിച്ചിട്ട് ഷെഫ് പിന്മാറി ചായ കുടിക്കാൻ പോയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ പട്ടിണി. നമ്മളുണ്ടാകുന്ന തൊട്ടലിയാവോ തൊട്ടലി ആവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. രണ്ടുള്ളി പോലെ മൂന്നുള്ളി രണ്ടെണ്ണം മതി. ഈ അല്ലടാ മൂന്ന് നേർന്ന് മുക്കിപ്പൊരിക്കാനും രണ്ടുള്ളി ഒരു ഉള്ളി ഫുൾ എടുത്ത് കയ്യുള്ളി അങ്ങനെ തന്നെ മുട്ട മുക്കിപ്പൊരിച്ച് ലാസപാത്രമുള്ള ഈ അങ്ങനെ തന്നെ ഇല്ലാന്നുണ്ടോ നമ്മള് ബറാബറായി പുള്ളി ഫുള്ള പോയിട്ട് ബാക്കി ഇന്നും ക്യാമറയും കൊണ്ട് ഇന്നും ഉള്ളി മുറിക്കാൻ രാഹുൽ ഏറ്റെടുത്തിട്ടുണ്ട്. പറയട്ടോ ഒരു 5 മിനിറ്റ് എന്തായാലും നോക്കാം. രാവിലെ കണ്ണുന്നൊരു കണ്ണീര് വന്നിട്ട് നിങ്ങളൊക്കെ കണ്ട് പിന്നെ വർക്കുണ്ടോ ചെക്ക് ചെയ്താ മൈക്ക് വർക്കാറുണ്ട് എന്തോ എന്റെ വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് ഡബ് ചെയ്യാലോ. എന്തൊക്കെ ഡയലോഗിനും അല്ല കുറച്ചേരം കൂടി കിട്ടും അങ്ങനെ കണ്ടാരാ ഇല്ല റെഡിയാ ടീഷർട്ട് മാറ്റി വന്ന ഡ്രസ് മാറ്റി വേറെ ആളെ മാറിയിട്ടുണ്ട്. ഷെഫിന്റെ പേര് മാറ്റി പറഞ്ഞേക്കാൽ പേരെന്താ? ഫയാസ് അപ്പാസ്. ഇല്ല അയ്യോ ഫുള്ളായിട്ട് ഇത് റെഡിയാ ഉപ്പിന്റെ ഒരു ഓക്കെ എല്ലാം നോക്കും. അല്ല ഞാൻ സമ്മതിച്ചു.
ഉപ്പ് ജാസ്തി ഇടണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഉപ്പ് കണ്ടെന്ന് നിന്നോട് കൂട്ടാൻ ദോശ പോലെ ഉണ്ടാക്കിയാലോ? ഞാൻ പറഞ്ഞപ്പോ പുച്ചാലേ പുള്ളി കുനുകുനാന്നറിയണോ കിനിങ്ങിനാന്നറിയണോ? പുള്ളി നമുക്ക് കിണിങ്ങിനാന്നറിയോ മതി. പുള്ളി കണ്ണിക്ക് വരില്ലെന്ന് പറഞ്ഞ ആളാ അല്ലേ? അതെ. ഇന്നലെ കണ്ണടലുണ്ട്. കാര്യം അറിയില്ല. അതാണ് മെയിൻ കോമഡി. അതെ. അല്ലേ കിണിങ്ങിനാന്നറിയണം. കുനുകുനാന്നറിയോ? അതാണ് കുനുകുന. നടുവ് കൂടി ഒരു വരണ്ട് ബോസ്. ഇത് ഇങ്ങനെ കുറച്ചുകൂടും. ഇങ്ങനെ കുറച്ചും കൂടും. അല്ല കട്ടി കുറച്ച് ഉള്ളി മാത്രം കഴിഞ്ഞാൽ മതി വരെ ദോശ പോലെ. എല്ലാരും ഉണ്ടാവും. കുറച്ചും ഉപ്പ് വേണം. വയസ്സ് ഇതെന്താ ആ 15 Pro. ഡിസിഷൻ ഞാൻ പറയുന്നതനുസരിച്ച് കാര്യം ഏതാ പ്രോ ആയ പോലെ അത് 30 Pro. 30 പ്രോ 30 Pro. 30 Pro അല്ല, കഴിച്ചിട്ട് കുറച്ച്. കൈ വറക്കുന്ന ആരെ എന്തിങ്ങനെ കൈ വറക്കുന്ന ആ ഹെൽത്തി കുട്ടന്മാരോ കെട്ടിയത് ഇതുപോലെ ചെറുതാക്കി. ഏത് കെട്ടിയാ അതൊന്നും വേണ്ട നമ്മളെ ഹെൽത്തി കുട്ടന്മാരല്ല നമ്മളിവിടെ കാർബിന്റെ കണക്കു ഇന്ന് ആകെ മൊത്തം 6 മുട്ട കിട്ടും. 6 മുട്ട 6 36 പൈസ ഇവിടെ ഉരുട്ടി എടുത്താണത് അത്രയില്ല എന്നാലും ഇന്നൊക്കെ ഒരു കുടി കോഴിക്കോടെ വേറെന്താ അരിയുണ്ടോ അത് എക്സ്ട്രാ ഫ്ലേവർ എന്തായിരിക്കും അത് പൊടിയുണ്ട്. അതല്ലേ ഒരടുക്കളയിൽ 3-4 ശരി അതും ബുദ്ധിയില്ലാത്ത പറയണം. എടാ നമ്മൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇവരിങ്ങനെ തിന്നു പോകുന്നത്. നമ്മള് നമ്മളിവരുടെ മനു ഓന് വർക്ക് കഴിയില്ല. ഇത്ര നേരമായിട്ടോ വർക്കല്ലേ ക്ലാസ് അല്ലേ ഓ മറ്റേ ഫ്രീലാൻസ് ഏതാണ് ആഡ് റണ്ണിങ് തന്നെയാണോ? ആഡ് റണ്ണിങ് ഉണ്ട്. പിന്നെ മൊത്തം വർക്ക് കൊടുക്കും. ഡിജിറ്റൽ മാർക്കറ്റ് മൊത്തം കൊടുക്കും. ഇങ്ങനെ നടന്നാക്കില്ലേ ഈ നടക്ക ഈ ഫ്രീലാൻസ് എടുക്കുന്നുണ്ടോ? വർക്ക് എങ്ങനെ സെറ്റാക്കി വർക്ക് ബിസിനസ് വർക്ക് പോയി നമുക്ക് പോടാ അതിനനുസരിച്ച് നോക്കണേ. അപ്പൊ കമ്പനിയായിട്ട് കണക്ഷൻ വെച്ചിട്ട് പിന്നെ ആൾക്കാരെല്ലാം കണ്ട് സംസാരിച്ചാൽ വർക്ക് കിട്ടും. വർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്നും ഈ ഹാഫ് അരിയണ്ട ഓക്കെ ഒരുത്തം ചൂടുള്ള ഫാനിലാണ് കൈയിട്ട് കളിക്കുന്നത്. ഇത് പെർഫെക്റ്റ് ഉപ്പ് വെട്ടിയിരിക്കുന്ന പ്രശ്നമാവും. എത്രത്തോളം മാവ് എടുത്തിട്ട് ആകെ 2 ചപ്പാത്തി കോമഡി. ചപ്പാത്തി അല്ലേ നമ്മൾ ഉണ്ടാക്കി, പത്തിരി അല്ലേ? 10 വോയിസ് കട്ട് ചെയ്തിട്ട് ആ വോയിസ് എന്തെങ്കിലും കിട്ടിയോ നോക്ക്. ഊരിക്കളെ അപ്പൊ ഇത് ബാക്കിയല്ലോ അല്ലെ? അത് മാറ്റി ഇത് തന്നെ കൊണ്ട് ഒരു ബിരിയാണിക്കുള്ള ഇത് ബിരിയാണിക്ക് വേണ്ടി ഇവന്റെ ഇനി തക്കാളി ഇനി വേണ്ടാലോ. തക്കാളി തക്കാളി ഒരു പൊടി എല്ലാരും വാങ്ങ. വേറെ സാധനം മംഗളകർമ്മം. മംഗളകർമ്മം പ്ലാസ്റ്റിക് കൊണ്ട് സീൽ ചെയ്തില്ല 2 സെക്കൻഡ് കൊണ്ട്. കിച്ചണിലെ പ്ലാസ്റ്റിക് പാടില്ല, നമ്മള് മാറ്റണം. തക്കാളി എരിയില്ല.